ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് പുട്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയ റവയാണത്. അതിലേക്ക് നാളികേരം, പുട്ടിൻ്റെ പോലെ തന്നെ നാളികേരം ഇട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചെടുക്കണം. ഉപ്പുമാവാകുമ്പോൾ ഒരു ഡ്രൈനെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വെള്ളം തളിച്ചിട്ട് സാധാരണ ഉപ്പിട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നാളികേരം ഇട്ട്, പിന്നെ ഈ റവയുടെ ഉപ്പുമാവ് ഇട്ട് വീണ്ടും നാളികേരം ഇട്ടിട്ട് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ, ചിരട്ടപ്പുട്ടുണ്ടാക്കണ പോലെ, അല്ലെങ്കിൽ മറ്റേ ടൈപ്പ് സാധാ ടൈപ്പ് പുട്ടുണ്ടാക്കണ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സാധനമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വേറൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ബാക്കി വന്ന ഉപ്പുമാവ് കളയാൻ പറ്റില്ല, അത് കാരണം ഉപ്പുമാവ് പുട്ടാക്കി.